ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വർക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പോപ്കോൺ. അത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള ഡ്രൈ കോൺ സീഡ്സ് മാത്രം മതി, അല്ലാതെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങിക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള കോൺ സീഡ്സ് വാങ്ങി വെച്ചാൽ അത് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ വളരെ കുറഞ്ഞ സമയത്ത്. മൈക്രോവേവിൽ എങ്ങനെ ചെയ്യാം, അതേപോലെ വെറും പാനിൽ, കുക്കറൊന്നും വേണ്ട, പാനിൽ എങ്ങനെ ചെയ്യാം അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവനിൽ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് പേപ്പർ ബാഗ് യൂസ് ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പോൾ പേപ്പർ ബാഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബാഗേ കിട്ടുള്ളൂ. നമുക്ക് എത്ര വലിപ്പമുള്ള ബാഗ് വേണോ അതിനനുസരിച്ച് വലിയ പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറൊക്കെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടൻറ്റൊന്നും ഒട്ടും ഇല്ലാത്ത സാധാരണ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആദ്യം പേപ്പർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ എത്രയുള്ള പണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനിൽ എങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് പോപ്കോൺ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് കോൺ സീഡ്സ്, ഇങ്ങനത്തെ ഡ്രൈ കോൺ സീഡ്സ് ഇല്ലേ, കോൺ കേണൽസ്, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അധികം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ കൂടുതൽ നല്ലത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പേപ്പർ ബാഗിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നല്ല അടിഭാഗത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളൂ. അധികം ഇട്ട് കൊടുക്കരുത്. അത് ചെറിയ ബാഗ് ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ അധികമാണ്. അതിൽ കൂടുതൽ ഞാൻ ഇടുന്നില്ല. എന്നിട്ട് നമ്മൾ വക്കൊന്നും ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അതായത് പോപ്പ് ചെയ്ത് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇനി അവനിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഓവനിലെ പവർ ഇപ്പോൾ മാക്സിമം ഉള്ളത് 700 ആണ്. അപ്പോൾ ഞാനൊരു 1 മിനിറ്റ് 40 സെക്കൻഡ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഇത് പോപ്പ് ചെയ്ത് തുടങ്ങുന്നത് കേൾക്കാൻ പറ്റും. നല്ല പോപ്പ് ശബ്ദം കേൾക്കുന്നില്ലേ? ഇപ്പോൾ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടല്ലോ നമ്മൾ ഓരോ അവൻ്റെയും പവർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ 700 ആണ് ഇതിൽ മാക്സിമം. അതിൽ വെച്ചിട്ടാണ് ഞാൻ 1 മിനിറ്റ് 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് 40 സെക്കൻഡ് വെച്ചിട്ടുള്ളത്. അതല്ല പവർ ഇതിലേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ടൈം കുറയ്ക്കണം, പവർ ഇതിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ടൈം കൂട്ടണം. എന്നിട്ട് എടുത്ത് നോക്കിയിട്ട് അഥവാ പോരാന്നുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും കൂടുതലാക്കി വെച്ച് കൊടുക്കേണ്ടുള്ളൂ. ആദ്യം തന്നെ കൂടുതൽ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പ് ആയി കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നോക്കണം പ്രത്യേകിച്ചിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും വെച്ച് കൊടുക്കുക, ഇടയ്ക്കെടുത്തിട്ട്. ഒരു 1.5 മിനിറ്റ് കൂടുതലൊന്നും എന്തായാലും വെക്കരുത്, നല്ല പവറാണെന്നുണ്ടെങ്കിൽ. പിന്നെ നല്ല സീഡ്സ് എല്ലാം പരമാവധി പരത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുകൂടി വലിയ പേപ്പർ ബാഗ്, ന്യൂസ് പേപ്പറൊക്കെ വെച്ച് വലിയ പേപ്പർ ബാഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും
സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാലേ ഞാൻ കാണിച്ചു തരാം. ചൂടുണ്ടായിരിക്കും, നോക്കണം. നമ്മളിതിൽ ഓയിൽ ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വളരെ കമ്മി ഉപ്പ് ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ അതിൽ മട്ടിപ്പ് ടേസ്റ്റ് വരണ്ട പറഞ്ഞിട്ട്. അപ്പം ഡ്രൈ ആയിട്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് അതിൽ അങ്ങനെ പിടിക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇത്തിരി ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ബട്ടർ പോപ്കോൺ ആയിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഫ്ലേവറൊക്കെ. അപ്പോൾ ഇതാ നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, കുറച്ച് സീഡ്സ് എങ്ങനെയായാലും ഇതിൽ ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് ഇട്ടാൽ മതി. ഇതിപ്പോൾ ചെറിയ ബാഗല്ലേ, അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത്ര സമയം കൊണ്ട് ആവുള്ളൂ. അതാണ്. ഇനി കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പോപ്പായത് കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അത്രയും നേരം നമ്മൾ കൂട്ടി വെക്കാൻ പറ്റില്ല. കൂടുതൽ അളവുണ്ട് പറഞ്ഞ് കൂടുതൽ നേരം ടൈം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ചെയ്യരുത്, കുറച്ചായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് 1.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പോപ്കോൺ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി പാനിൽ എങ്ങനെ ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ പാൻ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കോൺ ഓയിലാണ് ഒഴിക്കുന്നത്. കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫ്ലേവർ ഇല്ലാത്ത അത്യാവശ്യം ചൂട് താങ്ങാൻ പറ്റുന്ന ഓയിൽ. ഫ്ലേവർ നമ്മൾ പാനിൽ ഉണ്ടാക്കുമ്പോൾ പോപ്കോണിൽ ആ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും. അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഇതിലൊഴിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഒരു കോൺ സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതായത് പോപ്പാവാൻ മാത്രമുള്ള ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആവശ്യത്തിന് ചൂടായിട്ട് അത് പോപ്പായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇട്ട് കൊടുത്താൽ പിന്നെ അത് ചൂടാവാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് അതങ്ങനെ എല്ലാം അങ്ങനെ പോപ്പ് ചെയ്ത് തുടങ്ങിക്കോളും. അപ്പം അതിനായിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളൂ. അപ്പം അത് കുറച്ച് സെക്കൻഡ്സ് എടുക്കും. ആ ചൂട് എണ്ണ ഒന്ന് ചൂടായിട്ട് പോപ്പാവാൻ വേണ്ടി കുറച്ച് സെക്കൻഡ്സ് എടുക്കും. അത് കഴിഞ്ഞ് പോപ്പാവാൻ മാത്രം ചൂടായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേതിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. ഇതാ പോപ്പായിട്ടുണ്ട്. ഇപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഒരല്പം ഉപ്പ് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വട്ടവും ഡെപ്തും ഒക്കെ ഉള്ള ആഴമുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ തിങ്ങി നിറഞ്ഞാലേ കരിയാനും ചാൻസ് ഉണ്ട് അടിയിൽ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ അതിങ്ങനെ ഈ കോൺ സീഡ്സേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ അതിൻ്റെ ചൂട് തട്ടാൻ വേണ്ടി കണ്ടു പോപ്പായി തുടങ്ങി. ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. ആദ്യത്തെ ആവാൻ കുറച്ച് സമയം എടുത്തു, 1 മിനിറ്റിലധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാവുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നാൽ ആവാത്ത സീഡ്സ് അടിയിൽ കിടന്നിട്ട് ചൂട് തട്ടി ആയിക്കോളും. എന്നിട്ട് ഒരുവിധം എല്ലാം പോപ്പായി എന്ന് തോന്നുന്ന ആ ഒരു സമയമാകുമ്പോൾ വേഗം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഈർപ്പം തട്ടി നനവ് തട്ടി തണുത്ത് പോകണ്ട. പെട്ടെന്ന് ആവുന്നുണ്ട്. വേഗമായി നിറഞ്ഞു തുടങ്ങുന്നുണ്ട്. പിന്നെ ഉപ്പും ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴേ പോപ്പായി കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇട്ട ഉപ്പ് ചിലപ്പോൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ ഈ എണ്ണമയം അതിലൊന്ന് പിണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഒരുവിധം പോപ്പാവണതിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു. 1-2 പതുക്കെയല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് തീരാറായി എന്നർത്ഥം. ഓഫ് ചെയ്തു. തുറന്നാൽ ചിലപ്പോൾ പിന്നെയും പോപ്പായി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം തീർന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചൂടുള്ളതെന്ന് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കാരണം കൂടുതൽ കരിയണ്ട. ഇനി ഇപ്പോഴും 1-2 കായും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്കൊന്നും ആവണില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രം തുറക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പോപ്പായി പുറത്തേക്ക് തെറിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ തുറന്ന് കാണിക്കാം.
ആയിട്ടുണ്ട്, ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. നല്ല അസൽ പോപ്കോൺ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. നമ്മൾ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിങ്ങനെ പാനിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഈസി ആയിട്ട്. അത്യാവശ്യം വട്ടവും ആഴമൊക്കെ ഉള്ള ഒരു പാൻ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന പോലത്തെ പാത്രമോ ഏതായാലും കുഴപ്പമില്ല. കൂടുതൽ ആഴം ഇതായി വട്ടം കുറഞ്ഞിരിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന സീഡ്സിൻ്റെ എണ്ണം കുറയ്ക്കുക. കാരണം അത്യാവശ്യം നന്നായിട്ട് പരന്ന് കിടന്നാലാണ് എല്ലാം പെട്ടെന്നാവുള്ളൂ. ഇത് ആയതും ആവാത്തതും തമ്മിലുള്ള ഒരു ഒരേ സമയത്ത് കിടക്കുമ്പോണ്ടല്ലോ, ആയത് കൂടുതൽ കരിഞ്ഞു പോവും, ആവാത്തത് ആവാൻ ടൈം എടുക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഓവനിലായാലും അതിൻ്റെ ടെമ്പറേച്ചറും അതും പവറും എല്ലാം അനുസരിച്ചിട്ട് നമ്മൾ അളവും ടൈമും എല്ലാം മാറ്റം വരുത്തണം. അതേപോലെ നമ്മൾ പാനിൻ്റെ വലുപ്പം, ആഴം എല്ലാം അനുസരിച്ചിട്ട്, വട്ടം ആഴം എല്ലാം അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാനൊരു 1/4 കപ്പാണ് ഈ കാണിച്ചത്. ഇത്രയും വലുപ്പമുള്ള പാത്രത്തിൽ അതിങ്ങനെ പരന്ന് കിടക്കാൻ മാത്രം എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ എടുത്തത്. അപ്പം നമ്മൾ ഇതിനേക്കാൾ ചെറിയ പാത്രം, ചെറിയ വട്ടമുള്ള പാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം പരന്ന് കിടന്നാൽ എല്ലാം ഒപ്പം വേഗം ആയി കിട്ടും. 1/4 കപ്പ് കോൺസീഡ് കൊണ്ട് ഞാൻ പാനിൽ ഉണ്ടാക്കിയപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പോപ്കോൺ നമ്മൾ അവനിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഹെൽത്തിയും പാനിലുണ്ടാക്കുന്നതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളധികം ഫ്ലേവർ ഇല്ലാത്ത ഇതുണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പണ്ട് ഉണ്ടാക്കി നോക്കിയപ്പോഴേ ഈ ഒലീവ് ഓയിൽ വെച്ചിട്ട് പാനിലുണ്ടാക്കിയപ്പോൾ ആ ഒരു ഓയിലിൻ്റെ ഒരു ഫ്ലേവർ വല്ലാതെ ഒരു അത്ര സുഖമില്ലാത്ത രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കോൺ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത്, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണെന്നുണ്ടെങ്കിൽ നല്ല സോയിൽ തന്നെ കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അവനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യാതൊരു സ്മെല്ലോ ഫ്ലേവറോ അങ്ങനെ ഒന്നും നമുക്ക് വരില്ല, നന്നായിട്ട് തന്നെ കിട്ടും. പക്ഷെ അതിനേക്കാൾ ഹെൽത്തി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എളുപ്പം ഇതാണ്. കാരണം അവനിൽ ചിലപ്പോൾ നമ്മൾ അവൻ സേഫ് ബൗളൊക്കെ വെച്ചാലും കൂടുതൽ ടെമ്പറേച്ചർ, നല്ല പവറിൽ നല്ല ടെമ്പറേച്ചറിൽ കുറച്ച് സമയം കിട്ടണം. അതാണ് കോൺ പോപ്പാവാൻ വേണ്ടത്. അപ്പോൾ പാത്രം ചിലപ്പോൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. എത്ര ഓവൻ പ്രൂഫ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പേപ്പർ ബാഗ് ഉണ്ടാക്കാനും പറ്റും, കുഴപ്പമില്ല. പക്ഷേ അതിനൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ പാനിലങ്ങ് ചെയ്താൽ മതി. കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാ പാനിൽ ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെയാണ് സ്വാദ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.